കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ സൂക്ഷിക്കുന്ന ദാസൻ പാസ്റ്റർ സാമണിക്ക്, ദാസന്, അതുപോലെ ഇവിടെ ദാസന്, സഭയിൽ വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എനിക്കും വത്സമയ്ക്കും കൂടെ അമേരിക്കയിൽ വരുവാനായിട്ട് ദൈവം ഒരു അവസരം തന്നു. 8 വർഷം മുമ്പേ ഞാൻ തീരുമാനിച്ചതായി ഇനി അമേരിക്കയിലേക്ക് യാത്രയുടെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ വീണ്ടും ദൈവം ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. ഈ സഭയിൽ മുൻപ് ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഇങ്ങനെ എനിക്ക് വീണ്ടും ഒരു അവസരം തന്ന ദൈവദാസനോട് നന്ദി പറയുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ പോവാം. പിന്നെ ഞാൻ പ്രസംഗിക്കണം. പഠിക്കാൻ പോകുന്നതിൻ്റെ പഠിക്കുമ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഈ ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലുകൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശവും ആകയാൽ നാം വചനം പഠിക്കുന്നവർ നമുക്കറിയാം. ഇവിടെ വചനം അറിയാത്തവരാരുമില്ല. കാരണം ഇവിടെ വീണ്ടും വിസിറ്റിംഗ് പാസ് ഇവിടെ കർത്താവിന് വലിയ ദാസന്മാർ മാറി മാറി വചനം ശുശ്രൂഷിക്കുന്നു. അതുപോലെ വചനം വലിയ യുവദാസന്മാർ വന്ന് വചനം പഠിപ്പിക്കുന്നു. ഞാൻ ഇന്ന് എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞൊരു വചനം പറയാൻ പോവാണ്. നിങ്ങളാരും എന്നോട് പെണ്ണല്ല. കാരണം നിങ്ങളെ ആരും വ്യക്തിപരമായിട്ട് അറിയാവുന്നതല്ല ഞാൻ. അതുകൊണ്ട് പരിശുദ്ധാത്മ തന്നെ എനിക്ക് പറയാതിരിക്കാനും പറ്റത്തില്ല. ഇനി ഞാനൊരു സമുദ്ര പഠനത്തിന് 1/2 മണിക്കൂറോടെ ഒരു ഇൻട്രൊഡക്ഷൻ ഒത്തിരി പറയാനായിട്ട് സ്ഥലമില്ല. ഞാനും എൻ്റെ മകളെ ബെറ്റ്സി എല്ലാവരും അറിയും. ബെറ്റ്സി കുടുംബമായിട്ട് വരാനിടയായി. എൻ്റെ ഭാര്യ പറയുന്നുണ്ട്. സംഭാഷണ മിസ്സസ് എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. ജയ്മോൻ ഭാഷയുടെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. ഭാഷത്തിൽ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, നമുക്ക് ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കാൻ പോവാം. വെളിപ്പാട് പുസ്തകത്തെ ഇങ്ങനെ വായിക്കുന്നു. 7-ാം അധ്യായത്തില് നിങ്ങൾ ഇത് ബൈബിൾ സ്റ്റഡിയാണ്. പ്രസംഗം നിങ്ങൾക്ക് ഉത്തരം പറയാം കേട്ടോ. 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ഇതിന്റെ ശേഷം എന്താ എഴുതിയിരിക്കുന്നത്? സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയാക്കി ധരിച്ചുകൊണ്ട് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന്റെ മുൻപിൽ നിന്നു. നാമെല്ലാം വായിച്ച വായിച്ചിട്ടുള്ള വാക്യങ്ങളായത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത്ര എണ്ണിക്കൂടാത്ത പുരുഷാരം എന്തിനാ സ്വർഗത്തിലെത്തിയത്? ആരും ചിന്തിച്ചിട്ടുണ്ടോ? ഇനി വേറൊരു വാക്യം കൂടി ഞാൻ വായിക്കുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തില് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ബൈബിൾ സ്റ്റഡിയാണ്. എല്ലാവരും ബൈബിളോട്ട് എടുത്തോണം, ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോണം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനം വെച്ചു. മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീയ പാറയിൽ ഒരു കുടിച്ച് ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. നമുക്കറിയാം, ഇസ്രായേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടത് എണ്ണമില്ലാത്ത പുരുഷാരമാണ്. യുദ്ധ സന്നദ്ധരായിരുന്നവർ 20 വയസ്സിന് മേലുള്ളവർ 6 ലക്ഷം പേര്. അപ്പം ബാക്കി പിന്നെ മറ്റേ എണ്ണം പെടാത്ത പ്രായമുള്ളവർ കുഞ്ഞുങ്ങളും എല്ലാവരും കൂടെ വലിയൊരു കൂട്ടം ജനങ്ങളുണ്ട്. പക്ഷേ അന്ന് പുറപ്പെട്ട ഒരു കലാൻ എത്ര പേരാ? എത്ര പേരാ പറഞ്ഞാട്ട്? 2 പേര്. നിങ്ങളോടാ ചോദിക്കണം. പാസ്റ്റർമാരെ കുറിച്ച് അറിയാം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കേണ്ട. ഈ വാക്യത്തിന് പരിശുദ്ധ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭത്തിനായി സ്തോത്രം. ഞങ്ങളുടെ വചനത്തിന് മുൻപാകെ അല്പസമയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കണം. ഈ സഭയെ ഇത്ര കൂടുതൽ പാലിച്ചു ദാസന്മാരെ ശുശ്രൂഷിപ്പാൻ ബലപ്പെടുത്തിക്കണം. അനുഗ്രഹിച്ചു സഭയെ നടത്തിക്കൊണ്ടിരുന്ന ദാസന്മാരെ അനുഗ്രഹിച്ചായിട്ട് വന്നിരിക്കുക. അനുഗ്രഹിക്കണം. ഈ വചനത്തിലൂടെ കൊണ്ട് സംസാരിക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. അപ്പോൾ ആദ്യം ഞാൻ വായിച്ചു, എണ്ണമില്ലാത്ത പുരുഷൻ എവിടെ കണ്ടു? സ്വർഗത്തിൽ കണ്ടു. ഇവിടെ ഞാൻ വായിച്ചു, എണ്ണമില്ലാത്ത പുരുഷാണ് യാത്ര തിരിച്ചു. പക്ഷേ അവർ 2 പേരെ എവിടെ എത്തിയുള്ളൂ? എന്റെ വഴി വെച്ച് എന്റെ കുഞ്ഞുങ്ങളൊക്കെ കയറി അവിടെ വന്നിട്ടുണ്ട്. എന്താ കാരണം? എന്താ? എങ്ങനെ ഇത്രയും പുരുഷാണ് സ്വർഗത്തിൽ? നിങ്ങളൊന്ന് പറ. എങ്ങനെ അവിടെ ചേർന്ന്? ഇതിന് മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവവും വളരെ പ്രവർത്തിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കാം. എങ്ങനെയാ പ്രസംഗിക്കുന്നത്?
നിങ്ങളാ പ്രസംഗിക്കുന്നത്. അതിന് ഉപയോഗിക്കുന്ന അവയവം എന്താ? നാവ്. നോക്കണേ, ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തു. ചെങ്കടല് ആട്ടുകുട്ടിയുടെ രക്തത്താൽ പിന്നീട് പ്രാപിച്ച് വന്ന് ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ കയറി മന്ന തിന്നു, മേഘത്തിന് കീഴിൽ യാത്ര ചെയ്തു, വെള്ളം കുടിച്ചു. ഇതെല്ലാം നടന്നു. പക്ഷേ അവരിൽ മിക്കവരിൽ ദൈവം പ്രസാദിച്ചില്ല. അവരുടെ പൗരൊരു മുന്നറിയിപ്പ്, അവരെ പോലെ നിങ്ങള് പെറുപ്പെറുപ്പ് എങ്ങനെ പെറുവർക്കുന്ന അറിയാം. ഇവിടുത്തെ നിങ്ങൾക്ക് അറിയില്ല, കേരളത്തിലുള്ളവർക്ക് പെറുവർക്കുന്ന ആക്കോട്ടെ ഒക്കെ നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്നവരായാലും നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷേ അതുകൊണ്ട് ഇന്നത്തെ എന്റെ ഇസ്രായേൽ മക്കളല്ല, സ്വർഗരാജ്യത്തിൽ എണ്ണമില്ലാത്ത പുരുഷാരം ചെന്നതും നാവ് കൊണ്ടാണ്. എന്തുകൊണ്ടാ? സുവിശേഷം പ്രസംഗിച്ചതുകൊണ്ട്. അപ്പൊ നമ്മുടെ നാവ് കൊണ്ട് ആളുകളെ സ്വർഗത്തിലും എത്തിക്കാം, നരകത്തിലും എത്തിക്കാം. അതുകൊണ്ടാണ് പൗലോസ് യാക്കോബ് ലേഖനം പറയുന്നത്, നാവ് ചെറിയ അവയവെങ്കിലും വലിയ കാട് കത്തിക്കും. നമ്മൾ സ്നാനപ്പെട്ടപ്പോൾ വായി വെള്ളം കയറി ആരുണ്ടോ? ഇവിടെ സ്നാനപ്പെട്ടപ്പോൾ വായി വെള്ളം കയറി ആരുമില്ല. അതിനെന്താ വായി കൂടെ കൊത്തി പിടിച്ചു. അതുകൊണ്ടാണ് ദൈവം നാവിനെ വെള്ളത്തിലിട്ടേക്കുന്നത്. നിങ്ങൾ വായി വെള്ളം ഉണ്ടോ? ഇപ്പൊ എനിക്ക് ഞാൻ വെള്ളം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെള്ളം കൂടി പോകുമ്പോഴും ഓക്സിജൻ ഒന്നും കൊടുത്തായി, പക്ഷെ വെള്ളം കൊടുത്തായി. കാരണം എന്താ? നാക്ക് വെള്ളമാണ്, അത് തണുത്ത് കിടക്കട്ടെ. അതിനെ ചൂടാക്കിയാൽ പരിപാടി പോയി. 32 പല്ലിനിടയ്ക്ക് എല്ലില്ലാത്ത ഒരു ചെറിയ കഷണം കിടക്കുക. ആ അത്തുടി ഒന്ന് അഴിച്ചു വിട്ടാൽ എന്തോ സംഭവിക്കും? പിന്നെ ഭൂലോകം തരികിട. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു മനുഷ്യൻ സകലം പലതിനും തെറ്റിപ്പോകും. യാക്കോബിന്റെ വായിക്കുന്ന എല്ലാ വാക്യവും വായിക്കാൻ ഓടിച്ചു പറഞ്ഞു പലതിനും തെറ്റിപ്പോകുന്നു. പക്ഷേ നാക്കിനെ അടക്കുന്നവൻ, നാവിനെ ആർക്കും അടക്കാവതല്ലോ. അങ്ങനെ വാക്യമുണ്ടോ? നിങ്ങൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഉണ്ടോ ഇല്ല അതൊരു വാക്യം? ഉണ്ട്. പക്ഷേ ആദ്യം പരിശുദ്ധാത്മ വന്നപ്പോൾ എന്തോ സംഭവിച്ചു? നാവ് എങ്ങനെ കണ്ടു? നാക്കിനെ കീറി വെച്ചേക്കുക, കീറി പിളർന്നിരിക്കുന്ന അങ്ങനെ തന്നെ കണ്ടേ. യെശയ്യാവ് ആദ്യം ദർശനം കണ്ട ഉടനെ എന്തുവാ നാം പറഞ്ഞേ? അതിനു മുൻപ് എല്ലാവരും അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം, കുടിക്കുന്നവര് കഷ്ടം, വീട് കൂട്ടുന്നവര് കഷ്ടം, അന്യായ സമ്പത്ത് ഉണ്ടാക്കുന്നവർക്ക് കഷ്ടം കഷ്ടം. ഒടുവിൽ താൻ പറയാ, അയ്യോ എനിക്ക്, ഞാൻ അരിഷ്ട മനുഷ്യൻ. എന്നിട്ട് എന്താ ചെയ്യാനാ പറഞ്ഞേ? തീ കൊണ്ടൊന്ന് തലയിലിടാണെന്ന് പറഞ്ഞേ. നാവല്ലേ 39-ാം സംഗീതം 1-ാം. ഇതാണ് ഇന്നത്തെ ചിന്താവിഷയം. ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ. നമ്മുടെ നാവിനെ ഇതിപ്പോ ഞാനിവിടെ എനിക്ക് ആരും അറിയത്തില്ല. നിങ്ങളൊക്കെ നല്ല മനുഷ്യരാ, രക്ഷിക്കപ്പെട്ടവരാ, സ്നാനപ്പെട്ടവരാ, അഭിഷേകം പ്രാപിച്ചു. പക്ഷെ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്തോ ചെയ്യണം? നാവിനെ കടിഞ്ഞാട്ടണം. യേശുക്രിസ്തു പറഞ്ഞു, മനുഷ്യൻ പറയുന്ന ഓരോ നിസ്സാര വാക്കിനും എന്തോ ചെയ്യണം? കണക്കുള്ളൂ. ഇതാരെഴുതി വെക്കുന്നു? ഇതാരെ എഴുതി വെക്കുന്നേ? യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, ശ്രദ്ധ വെച്ചു കേട്ടു. ഞാൻ നിലവിളിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. അവൻ എങ്കിലേക്ക് ചാഞ്ഞു. നാശകരമായ കുഴിയിലും കൊണ്ട് ചെറ്റിൽ കിടന്നപ്പോ ഞാൻ നിലവിളിച്ചു. അപ്പൊ എന്ത് ചെയ്തു? ദൈവം നമ്മുടെ ഇപ്പൊ ജെസിക്കമ്മോട് സംസാരിക്കാൻ എന്ത് ചെയ്യണം? അവിടെ ഒക്കെ പറഞ്ഞ ആർക്കും അമ്മയ്ക്ക് ഇഷ്ടമുണ്ട്, മറ്റുള്ളവർക്ക് ഇഷ്ടമുണ്ട്. അവിടെ എന്താ ചെയ്യണം? ചാൻ കൊടുക്കുന്നത് സ്നേഹം കൊണ്ടാണ്. നമ്മുടെ നാവ് മരണകരമായ വിഷമുള്ളതാണ്. അതുകൊണ്ട് 39-ാം സംഗീതം 1-ാം വാക്യം ഇന്നത്തെ ചിന്താ വിഷയം വായിച്ചാട്ട്, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുന്നു. ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ആരാ ഈ ദുഷ്ടൻ? നിങ്ങളുടെ സഭയിലെ വിശ്വാസിയാണോ? നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളാണോ? അല്ല. ദുഷ്ടൻ അനാദി മുതൽ പാപം ചെയ്ത ദുഷ്ടപിശാചാണ്. അപ്പൊ ഏതെന്തോട്ടത്തിന് ചുറ്റും നടന്നിങ്ങനെ നോക്കി. അത് നോക്കിയപ്പോ ഒരു പുരുഷനും ഒരു സ്ത്രീയും സന്തോഷമായിരിക്കുന്നു. അപ്പോൾ അവർ മനസ്സിലായി, ഞാൻ സ്വർഗത്തിലായിരുന്നപ്പോൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്റെ ഹൃദയം കൊണ്ട് ഞാൻ എന്റെ പർവ്വതം, ഞാൻ എന്റെ സിംഹാസനം അവന്റെ സിംഹാസനത്തിന് മേലെ വെക്കുമെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേ തള്ളി വെളിയിൽ കളഞ്ഞു. ആ ദൂതന്മാർ 3 ഗ്രൂപ്പായിട്ടാ വീണേ. ഒന്ന് വിധാനത്തിലുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേന.
2 ഒരു കൂട്ടരെ പാതാളത്തിൽ അന്ത്യന്യായവിധിക്ക് അടച്ചിട്ടിരിക്കുക. പത്രോസിന്റെ ലേഖനം 2-ാം ലേഖനം 2-4 വാക്യം വായിക്കണ്ട. പിന്നെ ഇങ്ങനെ ഒരു കൂട്ടരുടെ ഭൂമിയിൽ കൂടായിട്ട് സഞ്ചരിക്കുക. ഇവരിങ്ങനെ നടക്കുക. യോബിന്റെ വീട്ടിലും പോകും, പണിക്കൽ പാഷ വീട്ടിലും പോകും, ജയമ പാഷ വീട്ടിലും പോകും, എന്റെ വീട്ടിലും വരും. പിശാച് കല്ലറകളിലൊന്നുമല്ല പാർക്കുന്നത്. ആണോ? നമുക്ക് കണ്ണം കാണുമ്പോൾ പേടിയാ. ഇപ്പൊ സമയമാനത്തിൽ പാട്ട് പാടിയ എല്ലാവരും പേടിയാ, മരണത്തെ കുറിച്ച് പേടിയാ. അവിടെ ഒന്നും അല്ല പിശാച് പാർക്കണേ. പിശാച് പാർക്കുന്നത് നമ്മുടെ വീടുകളിലാണ്. നമ്മുടെ വീടുകളിലൊക്കെ പാർക്കുന്നുണ്ട്. ഈവൻ എവിടുത്തെ ദിവസം കൊണ്ട് അവിടെ ചെല്ലും. ഏതൊരു തോട്ടത്തിൽ ഇങ്ങനെ അതോ പോയി സന്തോഷമായി കഴിയുമ്പോൾ നിങ്ങളുടെ സ്വർഗത്തിൽ നിന്ന് അടിച്ചിറങ്ങിയിട്ട് നീ 2 പേരെ ഇവിടെ ആക്കിയിരിക്കുകയാണോ? അധികം നാളെ പാർപ്പില്ല. അവൻ അന്ന് നിശ്ചയിച്ചതാണ്. അവരെന്തെന്നറിയാമോ? അവസരം നോക്കിയിരുന്നു. അവ തനിയെ ഇരിക്കുന്ന സമയത്ത് അടുക്കച്ചെന്ന് ഒരു ചോദ്യം ചോദിച്ചു. ചരിത്രമൊക്കെ നമുക്കറിയാം. എന്താണ് വിശേഷമൊക്കെ? വിശേഷമൊന്നും സുഖമായിരിക്കുന്നു. ദൈവം എന്താ കൽപ്പിച്ചിരിക്കുന്നത്? ദൈവം പറഞ്ഞാൽ എല്ലാത്തിനും ആ പക്ഷപ്പെടുന്നത് മാത്രം തിന്നരുത്. ഇങ്ങനെ ശത്രുവിനോട് ഇതിന്റെ കാര്യം പറയുന്നത്. ദൈവം പറഞ്ഞാൽ ശത്രുവിനോട് ഇതിനാ പറയുന്നത്. അതാ കുഴപ്പമാണ്. അതാ കുഴപ്പമില്ല. ദൈവം നമുക്കൊരു ദർശനം തന്ന വെളിയിലുള്ളവരോട് പറയരുത്. ദൈവമാ പറഞ്ഞത് അത് ചെയ്യാതിരുന്നാൽ മതി. ശത്രുവിനൊക്കെ പോയി വ്യാഖ്യാനിച്ച് പഠിക്കൊന്നും വേണ്ട. ദാവീദ് കല്ലും കവണയും എടുത്ത് ചെല്ലുമ്പം ഗോലിയാത്ത് എന്താ പറഞ്ഞേ? നീ എന്താണ് നായ എറിയാനായിട്ടാണ് വന്നേ? ദാവീദ് ആട്ടിയെന്നോ? ആട്ടിയെന്നാൽ കൊന്നു വെച്ച് ഊതും. ഊര നിൽക്കണം. ശത്രുവിനോട് ഊര നിന്നാണ്. പിശാചിനോട് എതിർത്ത് നിർപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പിശാചിനോട് അടുത്ത് മക്കളോട് പറഞ്ഞുകൊണ്ടിരുന്നാൽ അവൻ നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിച്ചിട്ട് ഏതെങ്കിലും തോട്ടത്തിൽ സംഭവിച്ചതാണ്. എന്നിട്ട് ഔവാവിച്ചിട്ട് ഭക്തി കൂടുതൽ കാണിച്ചു. ആ വൃക്ഷമാണ് തിന്നരുത്, പിന്നെ തൊടരുതെന്ന് പറഞ്ഞില്ല. അപ്പൊ പിശാച് അവർക്ക് ആ ഫലത്തിനങ്ങ് അതിന്റെ ഡിമാൻഡ് കൂട്ടി അത് കാണാൻ ഭംഗിയുള്ളത്, തിന്നാൻ കണ്ടുള്ളത്, ബുദ്ധി രുചിയുള്ളത്, ബുദ്ധി ഉണ്ടാകാനും നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ഫലത്ത് തിന്നു എന്ന് നമുക്കറിയാം. ഇവിടെ വായിക്കുന്നത് പെട്ടെന്ന് 1-2 വാക്യം വായിക്കാം. നമ്മുടെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന 1-2 വാക്യങ്ങളാണ്. ഇന്ന് വായിച്ചാട്ട് യോബിന്റെ പുസ്തകം 16-ാം അധ്യായം 3-ാം വാക്യം ഒരാൾ വായിച്ച്, വേറൊരാള് 78-ാം സംഗീതം 36-ാമത്തെ വാക്യം ഒരു വാക്യം വായിച്ചു. ബൈബിളിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകൾ വിധമായിട്ടുണ്ടോ? എല്ലാ വാക്യം വായിക്കാൻ നിവൃത്തിയിൽ 12:12-36 പറഞ്ഞിരിക്കുന്നത് മനുഷ്യർ പറയുന്ന ഓരോ നിസ്സാര വാക്കിനും കണക്കുകൊടുക്കുന്നുണ്ട്. ന്യായവിധി ദിവസത്തില് നിസ്സാര 5-22 വാക്യത്തിൽ വായിക്കുന്നു, സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാൽ പൂള് ഇടിയറ്റ് അത് ഇതൊക്കെ പറയുമ്പോഴല്ലോ. നോ, ഇതൊക്കെ ആര് കേൾക്കുന്നറിയാമോ? നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ദുഷ്ടൻ. നമ്മുടെ ആരാധന സ്ഥലത്ത് യേശുവിന്റെ നാമത്തെ നമ്മുടെ ആരാധനയ്ക്ക് വരുമ്പോൾ അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും നമ്മളിവിടെ വന്നു കഴിഞ്ഞൊരു പാട്ട് പാടി ആ പാട്ട് 3 പ്രാവശ്യം പാടിയിട്ട് ആത്മാവിനകാരം ഇരിക്കരുത്. വീട്ടിൽ നിന്ന് ദൈവത്തെ ആരാധിച്ചോളൂ. ഞാൻ ആരാധിക്കുമോ? ഇത് ദൈവത്തെ ആരാധിക്കുന്നത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. ആ ദൈവത്തെ ദൂതന്മാർ ആരാധിക്കുമ്പോൾ മൂപ്പന്മാരെ അറിയാമോ? ആ കീടങ്ങളെ താഴെയിടും. നമ്മളിവിടെ കസബയിരിക്കുന്നതൊന്നും കുഴപ്പമില്ല. നമ്മുടെ ഹൃദയ ദിവസത്തിൽ താഴ്ത്തി പ്രാർത്ഥിക്കണം. ഈ ദുഷ്ടനോട് എതിർത്ത് നിൽപ്പാൻ കഴിയണമെങ്കിൽ അവരുടെ തന്ത്രങ്ങളെ നാം അറിഞ്ഞിരിക്കണം. ഇവിടെ വായിച്ചാട്ട് യോബ് 16:3 പറയുന്നു, വ്യർത്ഥ വാക്കുകൾ മതി. യോബിനെ ആശ്വസിപ്പിക്കാമെന്ന് ആളുകൾ പറഞ്ഞൊക്കെ എന്താ വാക്കാ? വ്യർത്ഥ വാക്ക്. ഞാൻ പെട്ടെന്ന് ഓടിച്ചു 13 വാക്കുണ്ട് കേട്ടോ. ഇത് പല ബൈബിൾ എഴുതിയിരിക്കുന്നത് എല്ലാം വായിക്കെല്ലാം പറയാൻ സമയമില്ല. 10 മിനിറ്റ് കൂടെ ഉള്ളൂ. വ്യർത്ഥ വാക്കുകൾ നമ്മുടെ വായിൽ വരും. ഒരു പ്രയോജനമില്ലാത്ത വാക്ക് പറഞ്ഞാൽ ആ വാക്ക് നമുക്ക് തിരിച്ചടിക്കും. നമ്മൾ ആരെയും ശപിച്ചാൽ ആ ശാപം നമുക്ക് കടക്കും. ആ വ്യർത്ഥ വാക്കുകൾ. അടുത്ത വാക്ക് വായിച്ചാട്ട് പിന്നെ 78-ാം സംഗീതത്തിന് 36-ാമത്തെ വാക്യം. എങ്കിലും അവർ വായ് കൊണ്ട് എന്തോ സംസാരിക്കുന്നു. വാർത്തകൾ കേട്ടാൽ വളരെ വിശുദ്ധനാണ്, പക്ഷെ സംസാരിക്കുന്ന എന്തോ നമ്മൾക്ക് അങ്ങനെ വരരുത്. നിങ്ങൾക്ക് അങ്ങോട്ട് പക്ഷെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക. ഇനി ഒരു വാക്യം വാക്യം 15:1 വായിച്ചാട്ടെ. വാക്യം 15:1. കഠിന വാക്ക്. ചിലരുടെ വാക്ക് കേട്ടാറുണ്ടല്ലോ
ഞാൻ പിന്നെ പറയുന്നതോട് പറയും, നമ്മളത് രക്ഷിക്കപ്പെട്ട പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, അത് പൂരിപ്പിക്കാമോ? പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു ഉറപ്പെടുന്നത്. ഹല്ലേലൂയ പറഞ്ഞാട്ട് ഉറപ്പ് വേണം. എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്? യേശുവിനെ രക്ഷിതാവ് ഹൃദയമായി സ്വീകരിച്ചു. യേശു പീഡിപ്പിക്കപ്പെട്ടവൻ വായി തുറക്കാതിരുന്നു. നിങ്ങളൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി. വാക്കുകൊണ്ട് തകർന്ന എത്രയോ കുടുംബങ്ങളുണ്ട്, വാക്കുകൊണ്ട് തകർന്ന എത്രയോ സഭകളുണ്ട്. എന്താ? വ്യക്തവാക്ക്, കപടവാക്ക്. അകത്തൊന്ന് പറയും, വെളിയിലൊന്ന് പറയും. അകത്ത് ഭക്തൻ തനിക്ക് വെളിയിൽ പോയി തോന്നി വിളിച്ചു പറയും. മൊബൈൽ എടുത്ത് പിന്നെ ദേശക്കാരെ മുഴുവൻ വിളിച്ചറിയിക്കും. ദുഷ്ടൻ കേട്ടോണ്ടിരിക്കുക. ഇതിന് കണക്ക് കൊടുക്കേണ്ടതായിട്ട്. അടുത്തൊരു വാക്യം വായിച്ചോട്ട്, വാക്യം 15 വായിച്ചും, മലാക്കി 3:13 വായിച്ചോട്ട്. മലാക്കി 3:13. ഒരാൾ കൊലോസ്യർ 2:4 വായിച്ചു. അതികഠിനം. ഓ, എന്താ പറയുന്നത്? മരിച്ചു പോയാൽ മതിയായിരുന്നു. പിന്നെ ഇടിവെട്ടി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളാരും പറയുന്നില്ല. കേട്ടിട്ടുണ്ടോ അങ്ങനെ വാക്ക്? മേലാ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ആത്മാവിന് ഭൂലോകത്തെ കടന്നു വരിക. ദൈവം നീതീകരണത്തിലെ കുറ്റം വിധിക്കാൻ നമ്മൾ ആരുമല്ല. നമ്മളെ കഠിനമായിരിക്കാൻ പാടില്ല. ജീവനെന്ന് ചത്താ മതിയാണ്. ഞാൻ 56 വർഷമായി സുവിശേഷം തുടങ്ങിയിട്ടാണ്. ഞാൻ സമാചാരമൊക്കെ തുടങ്ങുന്നത് അതിന് ഒത്തിരി കാലം ശേഷമാണ്. വീടായി കയറി സുവിശേഷം പറയുക. വീടായി കയറി ഹിന്ദു മുസൽമാന് ഒരു വ്യത്യാസവുമില്ല. സകലരോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പറയുമ്പോഴേ ചില കുടുംബങ്ങളുടെ അമ്മമാരെ കരയാറുണ്ട്, മക്കളെ കരയാറുണ്ട്. എൻ്റെ അമ്മയെ ശപിച്ചത്, എൻ്റെ അപ്പനെ ശപിച്ചതാണ്. എന്നിട്ട് മലാക്കി പറയുന്നത് എന്തുവാ? മലാക്കി കൂടെ വായിച്ചോട്ടെ, പെട്ടെന്ന് വായിച്ചോട്ടെ. ഞാൻ ഓടിപ്പോ മലാക്കിയാ വായിച്ചതല്ലേ? കൊലോസ്യർ 2:4 വായിച്ചു. വശീകരണ വാക്ക്. ഇന്ന് ചതിക്കപ്പെടുന്നതല്ല വശീകരണ. എത്രയോ യുവാക്കന്മാർ, യുവതികള് ദൈവത്തിന്റെ വിട്ട് അന്യകൂട്ടങ്ങളിലും കൂട്ടായ്മകൾ, അന്യ മതങ്ങളിലേക്കൊക്കെ പോകാൻ കാരണം എന്താ? ഇതിന് ഞാൻ കെട്ടിക്കോളാം, നിനക്ക് ജോലി തന്നോളാം, നിനക്ക് അതിച്ചത്തോളം എത്തിച്ചത്തോളാം. വശീകരണ വാക്കുകൊണ്ട് ഇതും വായിൽ നിന്ന് വരുന്നത് തന്നെയാണ്. അങ്ങനെ ചതിക്കപ്പെട്ടവരുടെ ലിസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി ഓർമ്മ വരുന്നുണ്ടാവും. എനിക്ക് ഒത്തിരി പേരുടെ അറിയാം. അപ്പോൾ അടുത്ത വാക്യം 1 Thessalonians 2:5 വായിച്ചാണ്. 1 Thessalonians 2:5. മുഖസ്തുതി പറയുന്ന വാക്ക്. അയ്യോ, നല്ലയാളാ. കാര്യസാധ്യത്തിന് വേണ്ടിയാ. റോമാലേഖനം 16:15 വായിച്ചിട്ട്. റോമാലേഖനം 16:15. Petros 2:3. റോമാലേഖനം 16:15. അവരോടുകൂടെയുള്ള സകല വിശുദ്ധന്മാർക്കും വന്ദനം ചെയ്യുന്നു. വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുന്നു. സദൃശവാക്യം 26-25-28 വായിച്ച്. 28 സദൃശവാക്യം 26:28. പോസ്റ്റ് പറയുന്ന നാവ് അതിനാൽ തകർന്നവരെ ദ്വേഷിക്കുന്നു. മുഖസ്തുതി പറയുന്ന നാവ് വാസം വെക്കുന്നു. ഇത് മുഖസ്തുതി ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അടുത്ത 1 Thessalonians 2:5 എഴുതിയിരിക്കുന്നത്. പിന്നെ 2 Petros 2:3 വായിച്ചാണ്. 2 Petros 2:3. കൗശലവാക്ക് പറഞ്ഞ നിങ്ങളെ വാണിഭമാകും. കൗശലവാക്ക്, കബളിപ്പിക്കുന്ന വാക്ക്. അവരിപ്പം ഇന്ത്യയിൽ കേരളത്തിലോട്ട് ചെല്ലണ്ട. വലിയ ആൾക്കാരൊക്കെ നിങ്ങൾക്ക് പലിശ ഇത്ര കിട്ടും, 25 കിട്ടും, 35 കിട്ടും എന്ന് പറഞ്ഞ് പലിശയ്ക്ക് പണം മേടിച്ചിട്ട് ഇപ്പം ആളുമില്ല, കമ്പനിയുമില്ല. നാട്ടിൽ നിന്ന് അവിടെ ഇവിടെ അധ്വാനിച്ച് 30-20 വർഷം ഒക്കെ വിദേശത്തും സ്വദേശത്തും അധ്വാനിച്ചുണ്ടാക്കിയ പണം മുഴുവൻ അവരുടെ കൗശലവാക്കി കുടുങ്ങി ആളുകൾ വഴിയാധാരമായിരിക്കുക. മക്കളെ കെട്ടിക്കാനും സ്കൂളിൽ അയക്കാനും ഒക്കെ ആയിട്ട് സമ്പാദിച്ച പൈസ മുഴുവൻ ഈ കൗശലവാക്കിൻ്റെ ഇടയ്ക്ക് ഒറ്റുപോയി. അതുകൊണ്ട് ദൈവമക്കളായിട്ടുള്ള ഇത് നമ്മുടെ പെന്തക്കോസ്തുകാരൻ നടത്തുന്ന സ്ഥാപനം ഞങ്ങൾ പാർക്കുന്നതിൻ്റെ അടുത്തുണ്ടായിരുന്നു. അത് കൂട്ടിക്കിട്ട് പോയി. എത്ര കോടി കൊണ്ടുപോയി അമ്മയും അപ്പനും മക്കളും അതിൻ്റെ ഡയറക്ടർമാരായിരുന്നു.
IPC-ക്കാർ അതോ ശാരണ നോക്കടാ അയാളുടെ വാക്ക് വിശ്വസിച്ച് എന്നോട് മതി ചോദിച്ചു. ഞാൻ എനിക്ക് ഇവിടെ 8 വർഷം കൊടുത്തു ചോദിച്ചു. അപ്പോൾ അവരൊക്കെ ഞാൻ കൊടുത്ത് സമ്പാദിച്ചോണെന്ന് എത്ര തരാമെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ഉണ്ടായിട്ടുണ്ട് കിട്ടുമെങ്കിൽ അഡ്വാൻസ് പണം കണ്ടാലും പേർക്ക് വേണ്ടി കൊടുത്തു. അതുകൊണ്ട് അതും നിലനിൽക്കും. സ്വർഗത്തിൽ എനിക്ക് ഞാൻ ഇട്ടുണ്ടെങ്കിൽ എൻ്റെ പോയി. അത് നമ്മുടെ അടുത്ത സ്നേഹത്തിലാണ് മുഖസ്തുതി പറഞ്ഞത്. അടുത്ത ഒരു വാക്യം കൂടെ എന്താണ് വാക്യം കൂടെ പെട്ടെന്ന് വായിച്ചിട്ട് 3 യോഹന്നാൻ 10-ാം വാക്യം. യോഹന്നാന്റെ 3-ാം ലേഖനം 10-ാം വാക്യം. ഇവരോ തങ്ങൾ അറിയാത്തതെല്ലാം ദുഷിക്കുന്നു. ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ 3:10 ദുർവാക്ക് പറഞ്ഞു. ആ ദുർവാക്ക് പറയുക. അത് പിന്നെ നമ്മൾ ആരും പറയത്തില്ലായിരിക്കാം. പാപം വരുമ്പോൾ എന്തൊക്കെയാ വായത് വരുന്നത് ആർക്കറിയാം. ദുർവാക്ക്. പിന്നെ ഇനി വായിക്കുന്നില്ല, ഞാൻ പറഞ്ഞു പോവാ. അവർക്ക് പറയുന്നു ചിലരുടെ വാക്ക് അർബുദ വ്യാധി പോലെ ഇന്ന് പറഞ്ഞ നിങ്ങൾ ചോദിച്ചു ചെറുപ്പത്തിൽ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുള്ള വാക്ക് ഇന്നും മറക്കാതെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന എത്ര പേരില്ലേ? അത് കാരണം എന്താ? അതിങ്ങനെ തിന്നോട്ടിരിക്കുക. ദുർവാക്ക് പറയാ. ഇതൊക്കെ സങ്കീർത്തനക്കാരൻ അതുകൊണ്ട് പറയാണ്. യേശുക്രിസ്തു പറഞ്ഞു നിങ്ങളുടെ വാക്ക്, പൗലോസ് പറഞ്ഞു നിങ്ങളുടെ വാക്ക് കൃപയോട് കൂടിയതും ഉപ്പിനാൽ നമ്മളുടെ വാക്ക് കേൾക്കുന്നവർ അറിയണം ഇവർ യേശുവിനോട് കൂടെയുള്ളവരാണ്. ഇവന്റെ ഉച്ചാരണം അത് വെളിപ്പെടുത്തുന്നു. നമ്മുടെ ഉച്ചാരണം വെളിപ്പെടുത്തണം. നമ്മുടെ വാക്ക് കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായിരിക്കണം. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മുമ്പ് പറഞ്ഞതുപോലെ ദൈവഭക്തന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ യഹോവ എന്ത് ചെയ്യും? മലാക്കി 3:16 വായിച്ചാൽ അത് ബൈബിൾ ഉള്ളതല്ലേ? ഒന്ന് വായിച്ചാട്ടെ. മലാക്കി 3:16 യഹോവ ഭക്തന്മാർ. നമ്മൾ ആരാണ് പ്രിയമുള്ളവരെ? ഇതിപ്പോ ഞാൻ എന്റെ സഭയിൽ പ്രസംഗിച്ചാൽ പറയും ഒരുപാട് സാധ്യതയോട് പറഞ്ഞാൽ ഞാൻ എനിക്ക് നിങ്ങളെ ആരെ അറിയില്ല. നിങ്ങളൊക്കെ നല്ലവരാന്ന് കേട്ടതല്ലേ ഞാൻ പറഞ്ഞു. പക്ഷെ മനുഷ്യരാണല്ലോ, ഇതൊക്കെ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് നിങ്ങളാരും നരകത്തിൽ കാണരുത്. എന്റെ ആഗ്രഹം എന്റെ പ്രസംഗം കേൾക്കുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിൽ എത്തണമെന്ന്. ഞാൻ കാട് ഏറെ നടന്നു അണ്ടമാൻസിലും മലബാറിലും സുവിശേഷം അറിയിച്ച എല്ലാവരും അവരൊക്കെ സ്വർഗത്തിൽ എത്തണമെന്ന പല മാധ്യമങ്ങളോട് അണ്ടമാൻസ് സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. ഒടുവിലായിട്ട് ഞാൻ സഭയൊക്കെ ആരംഭിച്ചു വളരെ ലേറ്റ് ആയിട്ട്. കാരണം അവിടെ ആൾക്കാർക്കുള്ള 39 ദ്വീപുകളില് 35 ദ്വീപുകളിൽ എനിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ബാക്കി 4 ദ്വീപ് ഇറങ്ങാൻ പറ്റില്ല. ആ ദ്വീപുകളിൽ എല്ലാം സുവിശേഷം അറിയിച്ചു. 1000-കണക്കിന് തിരുവചനം വിതരണം ചെയ്തു, ബൈബിൾ വിതരണം ചെയ്തു. നിക്കോബാറുകൾക്ക് തന്നെ 15,000 ഒരുമിച്ച് കൊടുത്തു. എന്റെ ആഗ്രഹം എന്താ? കർത്താവെ രക്ഷിക്കപ്പെടണം. പിന്നെ 26 ഭാഷക്കാർക്ക് 13 ഭാഷകളിൽ ബൈബിൾ വിതരണം ചെയ്തു. പരസ്യങ്ങളെ കൺവെൻഷനെ മീറ്റിംഗ് ക്രൂസൈഡ് ഇഷ്ടംപോലെ നടത്തി. എല്ലാ ദ്വീപുകളിലും പോയി വഴി നിന്ന് വിളിച്ചു പറഞ്ഞു. എന്റെ ആഗ്രഹം എന്താ? ആരും നശിച്ചു പോകാതെ നിശ്ചയമായ വചനം കണ്ട് കുറെ പേര് ഇവിടെ വരും, സ്വർഗത്തിൽ വരും. അങ്ങനെയാണ് അവിടെ എണ്ണമില്ലാത്ത പുരുഷാരം. സ്വർഗത്തിൽ ഞങ്ങൾക്ക് എണ്ണമില്ലാത്ത നമ്മുടെ വാക്കുകൊണ്ട് ചില ആളുകൾ സ്വർഗത്തിൽ വാക്കും. നമ്മുടെ വാക്കുകൊണ്ട് ആരും നശിച്ചു പോകാൻ. കാരണം ദുഷ്ടനുണ്ട്, അവൻ നമ്മുടെയും നമ്മുടെ കുടുംബത്തെയും. എന്നാൽ നമ്മുടെ വാക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ കണ്ണുകളടയ്ക്കാം. പരിശുദ്ധ പിതാവേ, ഈ രാവിലെ സമയത്ത് തിരുവചനം നിങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. നിങ്ങളുടെ നാവ് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഞങ്ങൾ ഒരിക്കലൂടെ സമർപ്പിക്കുകയാണ് കർത്താവേ. അങ്ങേ പാടി ആരാധിപ്പാൻ, സ്തുതിപ്പാൻ, സുവിശേഷം അറിയിപ്പാൻ, കവിയോടുകൂടെ സംസാരിപ്പാൻ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഇടയാക്കിയാണ്. യേശുവിൻ നാമത്തിൽ ഈ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. രാമിന് ഉറക്കെ പറഞ്ഞേ. അതിനാണ് ആക്കണേ. ആമേൻ. ഹല്ലേലൂയ. ജയം തന്ന ദൈവത്തിനു സ്തോത്രം.